ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നാം ഏറ്റവും കൂടുതൽ അറിയുന്നത് കാട്ടുമൃഗങ്ങളെക്കുറിച്ചുള്ള ശല്യമാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നാം ഇന്ന് നോക്കിയാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽപ്പെട്ട് അനേക കൃഷിയിടങ്ങൾ നശിക്കുന്നു, അനേകരുടെ ജീവൻ പൊലിഞ്ഞു പോകുന്നു. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്തു പറയുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ ഈ ഒരു വിഷയമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. ഞാൻ അതിനായി വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ വായിക്കുകയാണ്. ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഭൂമിയുടെ അവസാന കാലഘട്ടങ്ങളിലേക്ക് കടന്നു വരും, വല്ല ലോകത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക്. ഒന്നും കൂടി എടുത്തു പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനോടുള്ള ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട്, അത് പന്നിയാവാം, ആനകളാകാം, അല്ലെ കടുവയോ പുലിയോ എന്തുമാകട്ടെ, ഇതുങ്ങളെ കൊണ്ട് മൃഗങ്ങളെ കൊന്നു കളയുവാൻ അധികാരം ലഭിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ വേറൊരു വാക്യത്തിൽ യിരെമ്യാ പ്രവചനത്തിൽ വായിക്കുന്നു, സിംഹം വള്ളക്കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ, അല്ലെങ്കിൽ സിംഹങ്ങളെ കൊണ്ടുള്ളതായിരിക്കുന്ന ഉപദ്രവം മറ്റൊരു ഭാഗത്ത് നടക്കുന്നു. ഇനി സങ്കീർത്തനങ്ങളിലേക്ക് കടന്നു വരുവാണെങ്കിൽ കാണുന്നു, കാട്ടുപന്നികൾ മനുഷ്യനുണ്ടാക്കുന്ന കൃഷിയിടങ്ങളിലേക്ക് കയറി വന്നവരുടെ കൃഷികളെല്ലാം മാന്തിക്കളയുന്നു, അത് തിന്നുകളയുന്നു. ഇനി മറ്റൊരു ഭാഗത്ത് കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇല്ലാതിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിക്കേ, അവിടെ നോക്കിയാൽ തെരുവുനായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു ഭാഗം ജനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നാൽ ഇങ്ങനെ കാണുന്നു, നായ്ക്കൾ അവരുടെ രക്തം നക്കി കുടിക്കും. അപ്പോൾ കാട്ടുമൃഗങ്ങളില്ലാത്ത ഇടത്ത് തെരുവുനായ്ക്കൾ ഇല്ലാതിരിക്കുന്ന ഇടങ്ങളിൽ ആനയായി മറ്റ് ജീവികളെ കൊണ്ട്, മറ്റു മൃഗങ്ങളെ കൊണ്ട് സ്വൈര്യത നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്കറിയാം, കേരളത്തിൽ മാത്രമാണോ ഈ പ്രശ്നം? അല്ല, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ചിലയിടങ്ങളിൽ പകർച്ചവ്യാധികൾ കൊണ്ട് ജനം നശിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയാൽ അഗ്നിബാധയാൽപ്പെട്ട് കോടികളുടെ നഷ്ടം ഒരു ഭാഗത്ത് നടക്കുന്നു. വേറൊരു ഭാഗത്തേക്ക് നോക്കിയാൽ യുദ്ധങ്ങളെ കൊണ്ടും അതിൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങളെ കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപായിട്ട് ഒരുപാട് പേരുടെ പ്രതീക്ഷകളും പ്രത്യാശയെല്ലാം നശിച്ചു പോകുന്നത് കാണുന്നു. അങ്ങനെ ആഗോളതലത്തിൽ ലോകത്തിൽ സ്വൈര്യതയും സ്വസ്ഥതയും ഇല്ലാതിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തിലേക്ക് തന്നെ മടങ്ങി വന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, കാട്ടുമൃഗങ്ങളുടെ ശല്യത്തെക്കുറിച്ച് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സർക്കാരിന് അതിനെക്കുറിച്ച് ശ്രദ്ധയില്ല എന്നൊക്കെ ജനങ്ങൾ പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന സുഹൃത്തെ, ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ലോകത്തിൻ്റെ അവസാനത്തോടെ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവായി ഇത് ബോധ്യപ്പെടുത്തുക, ജനത്തിനെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുക. ഒരുപക്ഷെങ്കിൽ താങ്കൾ ഏത് മതത്തിലോ ഏത് വിശ്വാസത്തിൽ നിൽക്കുന്ന ആളാവാം, എന്നിരുന്നാലും താങ്കൾ അറിയുന്ന നിലയിൽ കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. സകല പ്രശ്നത്തിനും പരിഹാരം വിശുദ്ധ വേദപുസ്തകം പറയുന്നു കർത്താവായ യേശുക്രിസ്തുവാണ്. സമാധാനം നൽകി തരുവാനും അവൻ്റെ കഷ്ടതയിൽ നിന്നൊക്കെ വിടുവിക്കുവാനും കഴിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇത് കർത്താവായ യേശുവിൻ്റെ വരവിന് മുന്നോടിയായി നടക്കേണ്ടതായ ചില സംഭവങ്ങളാണ്. ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ടോ ഇതിനാദ്യ പിടിച്ചിട്ടോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ നാം മനസ്സിലാക്കേണ്ടത്. ആയതിനാൽ ഇനി നാം ബൈബിൾ വായിച്ചു നോക്കിയാൽ ഇനി നാളെ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ പോലും കൃത്യമായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങളെ ഞാൻ ശ്രദ്ധ തിരിക്കുന്നത്, നിങ്ങളോട് ഞാൻ ഈ പകൽക്കാലം അല്ലെങ്കിൽ ഈ സന്ധ്യയിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. അതിന് മുന്നോടിയായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ ഒന്നൊന്നായി നമ്മുടെ കണ്ണിന് മുൻപിലേക്ക് വരുന്നു. എന്തിന്? നാം പാർക്കുന്ന ദേശത്ത് തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു സത്യം സുഹൃത്തെ താങ്കൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പാർക്കുന്ന ദേശത്തും ഇതിലൊന്ന് കടന്നു വരാം. ആയതിനാൽ ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ വരവായി എന്നുള്ളതായിരിക്കുന്ന ഒരു ആഹ്വാനം കൂടെ, അതിനുവേണ്ടി ഒരുങ്ങുക എന്നുള്ളൊരാഹ്വാനം കൂടെ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.